പഴയ കസേര മാറ്റി പുതിയതാക്കിയതിനു ശേഷം ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന അടുത്ത സാധനമാണിത് ഈ പെട്ടിക്കുള്ളിൽ ഇരിക്കുന്നത്. ഇത്തവണ മാറ്റാൻ പോകുന്നത് നമ്മുടെ പഴയ ടേബിൾ ആണ്. അതിന് പകരം ഞാൻ വാങ്ങിയിരിക്കുന്നത് ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല വലിയ ടേബിൾ ആണ്. വലിയ ടേബിൾ എന്ന് എടുത്ത് പറഞ്ഞതേ നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കും ഇത്ര വലിയ ടേബിളിന്റെ ആവശ്യമുണ്ടോ എന്ന്. മുഴുവൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കേ ഞാൻ എന്നോട് തന്നെ ചോദിച്ച ചോദ്യമാണിത്. എന്താണേലും വാങ്ങിയതല്ലേ, എന്നാ പിന്നെ കുറച്ച് വലുത് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് വാങ്ങിയതായിരുന്നു. പക്ഷെ ഇത്രയും വലുതാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല കേട്ടോ. എന്താണേലും ഈ ഒരു ഒറ്റ ടേബിൾ കൊണ്ട് റൂമിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ്ലി അങ്ങ് ഫില്ലായിട്ടുണ്ട്. സാരമില്ല, നമുക്കിനി ഇരുന്നും കിടന്നും ഒക്കെ വിശാലമായിട്ട് പണിയെടുക്കാം. അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ പണിയെടുത്ത് ഞാൻ ഒരുവിധം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടേബിൾ ഇവിടെ കംപ്ലീറ്റ് ആവും. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തു വന്നിട്ട് മോട്ടർ എങ്ങാനും വർക്ക് ചെയ്തില്ലെങ്കിൽ നല്ല പണിയായിരിക്കൂലേ എന്ന് ഞാൻ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. പിന്നെ ഭാഗ്യം എന്റെ കൂടെ ഉള്ളതുകൊണ്ട് മോട്ടറൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ റൂം ചെറുതായതുകൊണ്ടാണ് ടേബിളിന് വലിപ്പം കൂടുതലായിട്ട് തോന്നുന്നത്. ഇനിയിപ്പോ കുറച്ച് വലിപ്പം കൂടിയാൽ തന്നെ എന്താ, ടേബിൾ നല്ല കിടിലനല്ലേ. അപ്പൊ ഇനി തൊട്ട് നമുക്ക് നിന്നും ഇരുന്നും വേണമെങ്കിൽ ഇതിന്റെ മുകളിൽ കയറിയിരുന്ന് വരെ വർക്ക് ചെയ്യാം.